വലിയ പ്രൗഡായിട്ട് നമ്മൾ മലയാളിയാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും കുട്ടികളിൽ മലയാളത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നു. എഴുതാനും വായിക്കാനും ഒക്കെ അവര് ഒരു മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ട് എങ്ങനെ മലയാളം പഠിക്കാം, എങ്ങനെ വളരെ രസകരമായി മലയാളം പഠിപ്പിക്കാം എന്നൊരു ഉദ്ദേശത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തൊരു പേജാണ് മലയാളി വേർഡ് സ്മിത്ത്. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിന്റെ കാര്യത്തിൽ വളരെ പുറകോട്ടാണ് ഈ ഒരു ജനറേഷൻ പോകുന്നത്. വീടുകളിലും ആണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇത് കേരളത്തിന്റെ മാതൃഭാഷയാണ് മലയാളം. പക്ഷേ മലയാളി എന്ന നിലയിൽ നമ്മുടെ മാതൃഭാഷ പഠിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. മാതാപിതാക്കൾ പോലും ഇപ്പൊ കുട്ടികളെ വീട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു രീതി കാണാറുണ്ട്. അതായത് ഇംഗ്ലീഷ് സംസാരിച്ചാലും ഇംഗ്ലീഷ് എഴുതിയാലും മാത്രമേ കുട്ടികൾക്ക് അവരുടെ ഒരു നിലവാരം കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മലയാളം പറയുന്നത് പോലും നമ്മൾ പണ്ട് പറയാറുണ്ട് തമാശയ്ക്ക്, കുറച്ച് കുറച്ച് മലയാളം അറിയാമെന്ന്. അത് പറയുന്നത് ഒരു അഭിമാനമായിട്ട് കാണുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷയോടുള്ള ഒരു വലിയൊരു സ്നേഹം മാതൃഭാഷയെ പിന്തള്ളുന്നതിന് കാരണമായി തീരുന്നുണ്ട്. അത് മാതാപിതാക്കളും കുറേയൊക്കെ കുട്ടികളിൽ ഇൻജെക്ട് ചെയ്യുന്നുണ്ട്. മലയാളം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് മലയാളി ആയതുകൊണ്ട് മാത്രം ഒന്ന് പഠിപ്പിച്ചേക്ക് എന്ന രീതിയിൽ എന്നെ അപ്രോച്ച് ചെയ്യുന്ന മാതാപിതാക്കളും ഉണ്ട്. കൊച്ചുകുട്ടി യുകെജിയിലെ കുട്ടിയാണ്. ദൃശ്യ ആ ഒരു 1 month കഴിഞ്ഞപ്പോൾ വളരെ നന്നായിട്ടൊരു സെന്റൻസ് ഒക്കെ വളരെ കൃത്യമായിട്ട് വായിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ്. ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. അമേരിക്കയിൽ നിന്ന് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന കുട്ടികൾ നമ്മുടെ അടുത്ത് പഠിക്കുന്നുണ്ട്. മലയാളം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ 2 പേര് ഇരിപ്പുണ്ട്. അവരുടെ കുറച്ച് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം. നമസ്കാരം. ആതിരയും പുണ്യയും. ഓക്കെ. നിങ്ങളിപ്പോൾ ഓൺലൈൻ വഴി, അതായത് ഇൻസ്റ്റാഗ്രാം വഴി ആണ് പഠിത്തം നടത്തുന്നത്? അതെ. ഓൺലൈൻ വേർഡ് സ്മിത്ത്. എന്താ മലയാളി വേർഡ് സ്മിത്ത് എന്താ ശരിക്കും ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളം പഠിപ്പിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു പേജ്. കാരണം മലയാളത്തോടുള്ള ഒരു സ്നേഹമൊക്കെ കുട്ടികൾക്ക് കുറഞ്ഞു വരുന്നത് കാണുന്നുണ്ട്. നമ്മൾ വലിയ പ്രൗഡായിട്ട് നമ്മൾ മലയാളിയാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും കുട്ടികളിൽ മലയാളത്തോട് താല്പര്യം കുറഞ്ഞു വരുന്നു. എഴുതാനും വായിക്കാനും ഒക്കെ അവര് ഒരു മടി കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെ ക്രിയേറ്റീവായിട്ട് എങ്ങനെ മലയാളം പഠിക്കാം, എങ്ങനെ വളരെ രസകരമായി മലയാളം പഠിപ്പിക്കാം എന്നൊരു ഉദ്ദേശത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തൊരു പേജാണ് മലയാളി വേർഡ് സ്മിത്ത്. എങ്ങനെ പോകുന്നു ഇപ്പോൾ പേജ്? വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്. പുണ്യാണ് ഇൻസ്റ്റഗ്രാം പേജ് ഫൗണ്ടറായിട്ട്. പുണ്യ തുടങ്ങിയ ഒരു സ്റ്റാർട്ടപ്പാണ് ഈ മലയാളി വേർഡ് സ്മിത്ത് എന്ന് പറയുന്നത്. ആ സ്റ്റാർട്ടപ്പ് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ നമ്മുടെ സ്വദേശത്തുനിന്നും വിദേശത്തുനിന്നുമായിട്ട് ധാരാളം കുട്ടികൾ നമ്മുടെ കൂടെ മലയാളം പഠിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മലയാളി വേർഡ് സ്മിത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നുണ്ട്. രണ്ടുപേരുടെയും യോഗ്യത എന്താണ് ശരിക്കും? ഞാൻ ഡിഗ്രി, PG, BEd ഒക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണ് മലയാളത്തിലാണോ? മലയാളത്തിലാണ്, എല്ലാം മലയാളത്തിലാണ്. പിന്നെ അവിടെ റാങ്ക് ഹോൾഡർ ആയിരുന്നു ഡിഗ്രിക്കും PGക്കും ഒക്കെ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ. പിന്നെ അതിനുശേഷം നെറ്റും ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇപ്പൊ അധ്യാപികയായിട്ട് ജോലി ചെയ്യുവാണ്. കോട്ടയത്ത് ഒരു സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. അതെ. ഓക്കെ. ഞാനും മലയാളത്തിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും സെറ്റും കേട്ടറ്റ് പോലുള്ള എല്ലാ അധ്യാപക യോഗ്യതകളും നേടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പൊ പിറവത്താണ് വർക്ക് ചെയ്യുന്നത്. ആതിരയോട് സംസാരിച്ചപ്പോൾ ബിരുദവും ബിരുദാനന്തരവും, താങ്കളോട് സംസാരിച്ചപ്പോൾ ഡിഗ്രിയുമായി. മലയാളത്തിൽ തന്നെയാണ് ആതിര സംസാരിക്കുന്നത്. അതെ. അത് എപ്പോഴും ആതിര ടീച്ചർ അങ്ങനെയാണ്, മലയാളത്തിലാണ് കൂടുതലും സംസാരിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. ഇപ്പോ സംസാരിച്ചപ്പോൾ പെട്ടെന്ന് എനിക്കൊരു ഇൻട്രസ്റ്റ് ആയിട്ടൊരു വസ്തുത തോന്നിയെന്ന് വെച്ചാൽ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇപ്പം ഈ റീസെന്റ് ആയിട്ട് ഒരുപാട് ടീച്ചേഴ്സ് പറയുന്നത് വെച്ചാൽ, ഈ കഴിഞ്ഞിട്ട് ഞാനൊരു അധ്യാപന ഇന്റർവ്യൂ ചെയ്തപ്പോൾ പറഞ്ഞത് 7 8 വരുന്ന പിള്ളേർക്ക് പോലും എഴുതാനോ വായിക്കാനോ അറിയില്ല. മലയാളം ഇംഗ്ലീഷോ ഒന്നും എഴുതാനോ വായിക്കാനോ അറിയില്ല. നിങ്ങളിപ്പോൾ ഒരു ടീച്ചർ, അതുകൊണ്ടാണ് നിങ്ങളുടെ യോഗ്യത ചോദിച്ചത്. നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിലെ നിങ്ങളുടെ കുട്ടികളുടെ പഠന നിലവാരം എങ്ങനെയാണ് പോകുന്നത്? പഠന നിലവാരം ശരിക്കും പറഞ്ഞാൽ മലയാളത്തിന്റെ കാര്യത്തിൽ വളരെ പുറകോട്ടാണ് ഈ ഒരു ജനറേഷൻ പോകുന്നത്. എന്താണെന്നായിരിക്കാം നിങ്ങളുടെ ഒരു തോന്നൽ? എന്തായിരിക്കാം ഇതിനോടൊരു താല്പര്യമില്ലാത്തത് കുട്ടി? അതായത് നമ്മൾ വീടുകളിലും ആണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഇംഗ്ലീഷ് ഭാഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പം ഇംഗ്ലീഷാണ്, അത് നമുക്ക് തെറ്റ് പറയാനും കഴിയില്ല. കാരണം ഇംഗ്ലീഷ് വേൾഡ് വൈഡ് ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ഉണ്ടെങ്കിലേ നമുക്ക് കേരളത്തിന് പുറത്ത് മറ്റൊരിടത്തേക്ക് ജോലി സാധ്യതയ്ക്ക് പോലും ഒരു ഇതുള്ളൂ. അതുകൊണ്ട് മലയാളികളുടെ, അതായത് കേരളത്തിന്റെ മാതൃഭാഷയാണ് മലയാളം. പക്ഷേ മലയാളി എന്ന നിലയിൽ നമ്മുടെ മാതൃഭാഷ പഠിക്കേണ്ടത് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ വീട്ടിൽ സംസാരിക്കുന്ന ഒരു ഭാഷ ഒരു കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന് പറഞ്ഞാൽ എത്രത്തോളമാണ് നമുക്ക് ഒരു പൊതുസമൂഹത്തിൽ നമുക്ക് ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഒരു അധ്യാപകൻ പറയുകയാണ്, പലരും പറയുകയാണ്, 10 കഴിഞ്ഞ കുട്ടികൾക്ക് ഫുൾ A+ കിട്ടുന്ന കുട്ടികൾക്ക് പോലും, ചില കുട്ടികൾക്ക് കമ്പ്യൂട്ടറിനൊക്കെ A+ ആണ്, ആ കമ്പ്യൂട്ടറിനെ ഓണാക്കാൻ ഓഫാക്കാൻ പോലും അറിയത്തില്ല എന്നുള്ളതാണ് ടീച്ചേഴ്സ് പറയുന്ന ഒരു യാഥാർത്ഥ്യം. നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നതിനെ? കാരണം ഇപ്പം നിങ്ങൾ മലയാളം മാത്രം ഫോക്കസ് ചെയ്യുന്നു, അതവിടെ നിൽക്കട്ടെ. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എങ്ങനെയാണ് ഇതിനെ നിങ്ങൾ നോക്കിക്കാണുന്നത്? അതായത് മാതാപിതാക്കൾ പോലും ഇപ്പോൾ കുട്ടികളെ വീട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു രീതി കാണാറുണ്ട്. അതായത് ഇംഗ്ലീഷ് സംസാരിച്ചാലും ഇംഗ്ലീഷ് എഴുതിയാലും മാത്രമേ കുട്ടികൾക്ക്
കുട്ടികൾക്ക് അവരുടെ ഒരു നിലവാരം കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മലയാളം പറയുന്നത് പോലെ നമ്മൾ പണ്ട് പറയാറുണ്ട് തമാശയ്ക്ക് കുരച്ച് കുരച്ച് മലയാളം അറിയാമെന്ന്. അത് പറയുന്നത് ഒരു അഭിമാനമായിട്ട് കാണുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷയോടുള്ള ഒരു വലിയൊരു സ്നേഹം മാതൃഭാഷയെ പിന്തള്ളുന്നതിന് കാരണമായി തീരുന്നുണ്ട്. അത് മാതാപിതാക്കളും കുറേയൊക്കെ കുട്ടികളിൽ ഇൻജെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് പഠിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ, പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകേണ്ടതാണ്, അതുകൊണ്ട് മാതൃഭാഷ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നേരിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, മലയാളം അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് മലയാളി ആയതുകൊണ്ട് മാത്രം ഒന്ന് പഠിപ്പിച്ചേക്ക് എന്ന രീതിയിൽ എന്നെ അപ്രോച്ച് ചെയ്യുന്ന മാതാപിതാക്കളും ഉണ്ട്. അത് ഇത് പറയാൻ കാരണം എൻ്റെ അടുത്ത് വിദേശത്തുള്ള പല പേരൻസ് നമ്മളോട് സംസാരിക്കാറുണ്ട്, എടാ മലയാളം പഠിപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ട്. കാരണം വിദേശത്തേക്ക് പോയ മലയാളികൾക്ക് പലർക്കും അവരുടെ കുട്ടികളെ മലയാളം അറ്റ്ലീസ്റ്റ് എഴുതാൻ അല്ലെങ്കിൽ പറയാനും വായിക്കാനും പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ക്ലയൻസ് നിങ്ങൾക്ക് വരാറുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ക്ലയൻസ് വരാറുണ്ട്. അത് കുറച്ചുകൂടി നമുക്ക് അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിങ്ങിൽ നമുക്കാണെങ്കിൽ ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് മലയാളി വേർഡ് സ്മിത്തിന്റെ ഏറ്റവും ഒരു സവിശേഷത എന്ന് പറയുന്നത്. നമ്മൾ ഫ്ലെക്സിബിൾ ടൈമിങ്ങിൽ ഇൻഡിവിജ്വൽ ക്ലാസ്സസ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയെ പ്രത്യേകം നമ്മൾ പരിഗണിച്ച് ആ കുട്ടിക്ക് ഇപ്പം മലയാളത്തിലായിക്കോട്ടെ, മലയാളമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മലയാളമേ നോക്കുന്നുള്ളൂ. ഭാവിയിലോട്ട് നമ്മൾ മറ്റു ലാംഗ്വേജസും, കാരണം ഞങ്ങൾ സബ്ജക്ട് ലാംഗ്വേജ് ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് മറ്റ് വിഷയങ്ങളും, കാരണം ഞങ്ങൾ രണ്ടുപേരും സയൻസ് പഠിച്ചവരാണ്, മറ്റ് വിഷയങ്ങളും എടുക്കണം. അതായത് 10th വരെയുള്ള ലെവലിലുള്ള കുട്ടികൾക്കും കൂടി ഇത് ട്യൂഷൻ പോലെ എടുക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ ഭാവിയിലേക്കുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇപ്പം മലയാളം ഞങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് വിദേശത്ത് ഇപ്പോൾ ചോദിച്ചതുപോലെ വിദേശത്തുള്ള കുട്ടികൾക്കും നമുക്ക് ഈ ഓൺലൈൻ മാധ്യമം വഴി കുട്ടികൾക്ക് നല്ല രീതിയിൽ മലയാളം വായിക്കാനും എഴുതാനും അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ നല്ല രീതിയിൽ ചെയ്തു പോരുന്നുമുണ്ട്. നമുക്കതിന് ഒരുപാട് ഫീഡ്ബാക്സുകൾ, ഞങ്ങളുടെ ഒരു പേജ് നോക്കിയാൽ തന്നെ അറിയാം, ഞങ്ങൾ ഒരുപാട് കുട്ടികൾ ഞങ്ങളുടെ മലയാളി വേർഡ് സ്മിത്തിൽ പഠിച്ചിട്ട് അതിൻ്റെ റിസൾട്ടുകൾ, വളരെ മികച്ച റിസൾട്ടുകൾ നമുക്ക് നിന്ന് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഈ ക്ലാസ്സിൻ്റെ ഒരു എന്താ പറയുക ടൈമിംഗ് ഇപ്പോൾ പറഞ്ഞു, ഓൾറെഡി ഫ്ലെക്സിബിൾ ടൈമാണ്. ഇപ്പം നിങ്ങൾക്കുള്ളൊരു ബാച്ചിൽ ഇൻഡിവിജ്വൽ ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ബാച്ചായിട്ടാണോ ഇൻഡിവിജ്വൽ ആയിട്ടാണോ നിങ്ങൾ ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഇപ്പോൾ എത്ര വയസ്സുള്ള കുട്ടികളെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്? എത്ര തൊട്ട് എത്ര വരെയുള്ളവരെയാണ് നിങ്ങൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്? കാരണം ഒരു മലയാളി കുട്ടിക്കാണെങ്കിൽ പറയാനറിയാം, അത് എഴുതാനെല്ലാം അറിയാൻ മേലാത്തത്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ആ ഓൺലൈൻ വഴി നിങ്ങൾ ഹോംവർക്ക് കൊടുത്തിട്ട് വിടുകയാണോ ചെയ്യുന്നത്, അത് അവിടെ തന്നെ ഇരുന്ന് എഴുതിക്കുകയാണോ, എങ്ങനെയാണ്? അതായത് കൊച്ചു കുട്ടികൾ തൊട്ട്, വളരെ അതായത് UKG പഠിക്കുന്ന കുട്ടി തൊട്ട് LKG UKG തൊട്ട് വലിയ ആളുകൾ വരെ, നല്ല പ്രായമുള്ള ആളുകൾ വരെ. ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ഒരു മാമിന് 72 വയസ്സുണ്ട്. 71ാമത്തെ വയസ്സിലാണ് അവർ എൻ്റെ അടുത്ത് മലയാളം പഠിക്കണം, കാരണം ഹസ്ബൻഡ് മലയാളിയാണ്, അതുകൊണ്ട് മലയാളം പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ വന്നത്. അപ്പോൾ ഇപ്പം നന്നായിട്ട് അവർ വായിക്കുന്നുമുണ്ട് എഴുതുന്നുമുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വായിക്കാനും എഴുതാനും അവരെ പ്രാപ്തരാക്കിയിട്ട് അവർക്ക് ലിറ്ററേച്ചറിനോടും കൂടി ഒരു താല്പര്യം വരുത്തുക എന്നുള്ളത്. കാരണം എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടി ഇന്ന് ആശാന്റെയും ഉള്ളൂരിൻ്റെയും കൃതികൾ പഠിക്കുന്നത് അവർ അങ്ങ് മൊത്തത്തിൽ വേണ്ടാന്ന് വെച്ചേക്കുവാണ്. അപ്പോൾ അവരിൽ ആദ്യം എഴുതാനും വായിക്കാനും ഒന്ന് പ്രോപ്പർ ആക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ സാഹിത്യം ഇത്രയും വലിയ ഡീപ്പായിട്ടുള്ള മലയാള സാഹിത്യം അവർക്ക് അവതരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കവരെ ഇത് മെയിനായിട്ട് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക, അത് പ്രായഭേദമന്യേ ആർക്ക് വേണമെങ്കിലും പഠിക്കാം. പിന്നെ ചിലർ CBSE ICSE സിലബസുകളിൽ കൃത്യമായിട്ട് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ 10ാം ക്ലാസ് പരീക്ഷയിൽ 99 മാർക്ക് നമ്മുടെ ഒരു കുട്ടിക്കുണ്ടായിരുന്നു. 95 മാർക്ക്, അതായത് തോറ്റു പോകുമെന്ന് പേടിച്ചു വന്ന ഒരു കുട്ടിക്ക് 95 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ നമ്മുടെ ഒരു ഭയങ്കര നമുക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതാണ് ചോദിച്ചത്, നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്? അത് നമ്മൾ വെക്കേഷൻ ടൈമിൽ, ഇപ്പം വെക്കേഷൻ ആയിരുന്നല്ലോ, ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഞങ്ങൾ ഗ്രൂപ്പ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു, 1 മന്ത് ക്ലാസ്സുകൾ. അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി. അത് ഇപ്പം വൈൻഡ് അപ്പ് സെക്ഷനും കഴിഞ്ഞു. അത് നല്ല രീതിയിൽ ഗ്രൂപ്പ് ക്ലാസ്സുകൾ വെക്കേഷൻ ടൈമിലാണ് നമ്മൾ ചെയ്തത്. നമ്മൾ ഇനി ജൂൺ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇൻഡിവിജ്വൽ ക്ലാസ്സുകളാണ്. അത് ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. മലയാളി വേർഡ് സ്മിത്ത് എന്ന് പറയുമ്പോൾ ഞാനും പുണ്യ ടീച്ചർ മാത്രമല്ല, മറ്റ് ഒരുപാട് ടീച്ചേഴ്സ് വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും 6 to 10 PM, അതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു സ്കൂൾ തുടങ്ങുമ്പോൾ ഉള്ളൊരു ടൈമിംഗ് എന്ന് പറയുന്നത്. ഈവനിങ് ടൈമാണ് എല്ലാവർക്കും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 6 to 10 PM ഇടയിൽ 1 hour വെച്ച് 1 hour ഒരു കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുന്നു. അത് ഏത് രീതിയിലാണ്, ഇപ്പോൾ മലയാളം എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടിയാണെങ്കിൽ ബേസ് തൊട്ട് നമ്മൾ പഠിപ്പിക്കുന്നു. അതായത് അക്ഷരങ്ങൾ തൊട്ട് പഠിപ്പിക്കുമ്പോഴും എനിക്കിപ്പോഴും സംശയം അതാണ്. നിങ്ങൾ അക്ഷരങ്ങൾ തൊട്ട് പഠിപ്പിക്കുമ്പോൾ അതായത് സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും പഠിപ്പിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് സ്ക്രീനിൽ പ്രസന്റ് ചെയ്തവരെ ഇതാക്കുന്നത്? നമ്മൾ അതിനു വേണ്ടി നൂതന സാങ്കേതിക വിദ്യയായിട്ടുള്ള വൈറ്റ് ബോർഡ് ഓൺലൈൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ലാപ്ടോപ്പിൽ വഴിയാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് ബോർഡ് യൂസ് ചെയ്യാം.
കാരണം എഴുതി കാണിക്കും. എഴുതി കാണിക്കും. കുട്ടികളിലും അത് ഭയങ്കര ഒരു കൗതുകം ഉണർത്തുന്ന കാര്യമാണ്. കാരണം നമ്മൾ വൈറ്റ് ബോർഡ് ഷെയർ ചെയ്തിട്ട് അവരെ കൃത്യമായിട്ട് അക്ഷരം എഴുതുന്ന രീതി, നമ്മൾ അങ്ങനെയാണല്ലോ മലയാളം താഴെ എഴുതണേ അതിന് കൃത്യമായിട്ട് എഴുതേണ്ട ഒരു രീതിയുണ്ട്. അത് ഈ വൈറ്റ് ബോർഡിലെ പെൻ ഉപയോഗിച്ച് അപ്പൊ കുട്ടിക്ക് കൗതുകമാണ് അത് അനങ്ങുന്നതും ഒക്കെ കാണുമ്പോൾ. ഇപ്പൊ വലിയവർക്കാണേലും അതെ, നമുക്കും അതെ, സ്ക്രീനിൽ ഒരു കാര്യം കാണുമ്പോൾ കുറച്ചും കൂടെ കൗതുകമാണ് അല്ലേ. അതുപോലെ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്ത് കുട്ടികളെ പിക്ചേഴ്സ് കാണിക്കും, അതായത് ആന ആമ എന്നൊക്കെ കാണിച്ച് പിക്ചേഴ്സിലൂടെ, ഒട്ടും മലയാളം അറിയാത്തൊരു കുട്ടിയെ ആന ആമ എന്നൊക്കെ കാണിച്ച് പിക്ചേഴ്സിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ആന ആമ എന്നൊക്കെ എഴുതി കുട്ടികളെ കൊണ്ട് വായിക്കാൻ പ്രേരിപ്പിക്കും. അപ്പോൾ കുട്ടികളിൽ ഒരു കൗതുകം ഉണ്ടാവുകയും സ്വാഭാവികമായി ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ ഈ വെക്കേഷൻ ടൈമിൽ UKG പഠിക്കുന്ന ദൃശ്യ എന്ന് പറയുന്ന ഒരു കുട്ടിയെ എടുത്തിരുന്നു, ക്ലാസ് എടുത്തിരുന്നു. അപ്പോൾ ആ കുട്ടി വന്ന സമയത്ത് വളരെ മലയാളം ആണെങ്കിൽ ഒട്ടും അറിയില്ല മിസ്സേ എന്ന് പറഞ്ഞിട്ടാണ് പേരൻസ് നമ്മുടെ അടുത്ത് അപ്രോച്ച് ചെയ്തത്. ക്ലാസ് ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ പേരൻസിനാണ് ഒരു പരിധി കഴിഞ്ഞ് കുട്ടിയെ ഇരുത്താനും പ്രയാസമാണ്. പക്ഷെ എന്തോന്നറിയില്ല, ആ കുട്ടി നമ്മുടെ ഫസ്റ്റ് ക്ലാസ് വന്ന് സെക്കൻഡ് ക്ലാസ് ആയപ്പോഴത്തേക്ക് ആ കുട്ടിയിൽ പഠിക്കാനുള്ളൊരു അതായത് നമ്മുടെ ആ ഒരു ടീച്ചിങ് മെത്തേഡ് കൊണ്ടാണ്, എൻ്റെ ഒരു ഇതെന്നല്ല, ആ ടീച്ചിങ് മെത്തേഡ് കുട്ടിക്ക് കൂടുതൽ മറ്റ് ടീച്ചേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടീച്ചിങ് മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ വൈറ്റ് ബോർഡ്, അതുപോലെ തന്നെ ഈ പിക്ചർ മെത്തേഡ്, അതൊക്കെ നമുക്കൊരു കരിക്കുലം ഉണ്ട്. കൃത്യമായ രീതിയിൽ അക്ഷരങ്ങള്, ചിഹ്നങ്ങള്, കൂട്ടക്ഷരങ്ങള്, പിന്നെ അത് ഫോം ചെയ്തിട്ടുള്ള വേർഡ്സ്, പിന്നെ വാക്യങ്ങൾ. അല്ലാതെ അക്ഷരം പഠിച്ച ഉടനെ കുട്ടിയെ ഇത്രയും വലിയ വാക്യം എഴുതിക്കോ, അങ്ങനെയല്ല. നമ്മൾ കൃത്യമായിട്ട്, അതായത് ഈ പറഞ്ഞ പോലെ സ്വരാക്ഷരങ്ങൾ 15 പഠിപ്പിക്കുന്നു, അതുപോലെ തന്നെ വ്യഞ്ജനാക്ഷരങ്ങള്, കൂട്ടക്ഷരങ്ങള്, അതിന്റെ ഓരോ സ്വരാക്ഷരങ്ങളുടെ ചിഹ്നങ്ങൾ, സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് വ്യഞ്ജനാക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത്. കുട്ടികൾ ഏറ്റവും കൂടുതൽ പ്രയാസം നേരിടുന്നത് കാണപ്പെടുന്നത്, പഠിപ്പിച്ചതിൽ നിന്ന് മനസ്സിലായത്, വ്യഞ്ജനാക്ഷരങ്ങളോടൊപ്പം സിമ്പിൾസ് ചേർക്കുന്നത്, ചിഹ്നങ്ങൾ എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല കുട്ടികൾക്ക്. അപ്പോൾ ചിലർക്കൊക്കെ മലയാളം നന്നായി പറയാൻ അറിയാം, നന്നായി സംസാരിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് എഴുതാൻ പറ്റുന്നില്ല. അത് ഈ സിമ്പിൾസ് യൂസ് ചെയ്യാനുള്ള അവരുടെ ആ ഒരു ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ളൊരു ബുദ്ധിമുട്ടാണ്. വെറും വള്ളിയാണോ, ഓയുടെ ചിഹ്നമാണോ, അത് ഭയങ്കര കൺഫ്യൂഷൻ. ഇപ്പോഴാണെങ്കിലും അത് കുട്ടികളിൽ മാത്രമല്ല, നമ്മൾക്ക് പോലും കാരണം കൃത്യമായിട്ട് ഉച്ചരിക്കണം, ഭാഷ കൃത്യമായിട്ട് ഉച്ചരിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക്. ഇംഗ്ലീഷും മലയാളവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് തന്നെയാണ് ഉച്ചാരണ ഭാഷയാണ് മലയാളം എന്നാണ് പറയുന്നത്. ഉച്ചരിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ നമ്മൾ ഉച്ചാരണം തെറ്റാണ് എങ്കിൽ നമ്മൾ എഴുതുന്നതും സ്വാഭാവികമായും തെറ്റായി പോകുമെന്നുള്ളതാണ്. അതെ, അപ്പൊ ആ ഒരു രീതിക്കാണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ദൃശ്യ ആ ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ വളരെ നന്നായിട്ടൊരു സെന്റൻസ് ഒക്കെ വളരെ കൃത്യമായിട്ട് വായിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമാണ്. ഭയങ്കര യുകെജിയിലെ കുട്ടിയാണ്. കാരണം ഞങ്ങൾ ക്ലാസ് എടുത്തതിൽ ഏറ്റവും ചെറിയൊരു സ്റ്റുഡന്റ് ആയിരുന്നു. അത് നല്ല രീതിയിൽ മലയാളം വായിക്കാനും എഴുതാനും പഠിച്ചു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ആളാണ് ക്ലാസ് കൊടുക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ദൃശ്യ ഞങ്ങളുടെ ഗ്രൂപ്പ് ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആയിരുന്നു, 1 മന്ത് ക്ലാസ്സിന്റെ ആയിരുന്നു. പിന്നെ ഇപ്പൊ നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഓരോരുത്തർക്കും കരിക്കുലം അനുസരിച്ച്, അതായത് നമ്മുടെ പോർഷൻ വൈസ് എടുക്കണം എന്നുള്ളവർക്ക് പോർഷൻ വൈസ് എടുക്കുന്നു, അല്ലാണ്ട് മലയാളം ബേസ് പഠിക്കേണ്ടവർക്ക് ബേസ് ഞങ്ങൾ ലെവൽ എടുക്കുന്നുണ്ട്. ബേസ്, ഇന്റർമീഡിയറ്റ് ലെവൽ, അതുപോലെ തന്നെ അഡ്വാൻസ്ഡ്. അപ്പൊ അതിനകത്ത് ആ ഓരോ ലെവലിലുമാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ പുണ്യ ടീച്ചർ വിദേശത്തുള്ള ഒരാൾക്ക് ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞ പ്രായമായ ഒരാൾക്ക് എടുത്തെന്ന് പറഞ്ഞതുപോലെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് നമുക്ക് കുറച്ച് കൂടുതൽ ക്ലയന്റ്, ഫേമസ് ആയിട്ടുള്ള 1-2 ക്ലയന്റ് ഒരുപാട് ക്ലയൻസ് ഉണ്ട്. UAE, അതുപോലെ ഖത്തർ, അങ്ങനെയുള്ള പുറത്തുനിന്നുള്ള ഒരുപാട് ക്ലയൻസ് ഉണ്ട്. നാട്ടിലുള്ള കുട്ടികളും ഉണ്ട്. എന്നാൽ പുറത്തുനിന്നുള്ള കുട്ടികൾ ഭയങ്കര ആകാംക്ഷയോടുകൂടി പഠിക്കുന്ന ഒരു രീതിയുണ്ട്. അവർക്ക് മലയാളം ശരിക്കും അവിടെ പഠിച്ചില്ലേലും പ്രശ്നമില്ല, എന്നാൽ പോലും മലയാളിയാണ് ഒരു അഭിമാന ബോധത്തോടെ പഠിക്കുന്ന കുട്ടികളും നമുക്കിന്നുണ്ട്. അതൊക്കെയാണ് ശരിക്കും നമ്മുടെ ഒരു വലിയ വിജയം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ പറഞ്ഞല്ലോ, 72 വയസ്സുള്ള മാം ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു അത്ഭുതമാണ്. 1 വർഷം കൊണ്ട് അവർ നല്ല രീതിയിൽ മലയാളം വായിക്കാൻ പഠിക്കുകയും ബൈബിള്, സുവിശേഷം ഒരു വലിയൊരു പ്രോഗ്രാമിൽ ചെയ്യുകയും അതിന് എന്നെ ഗസ്റ്റായിട്ട് വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതെനിക്ക് ഭയങ്കര അന്ന് കേട്ടപ്പോൾ നമുക്കൊരു അഭിമാന നിമിഷമാണത്. തീർച്ചയായും. അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന കൂടുതലുള്ള ഇപ്പൊ വിദേശം, അവർക്ക് എങ്ങനെയാണ് വായിക്കാൻ പഠിച്ചാൽ മതിയോ അതോ അവർ ഓരോ രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ക്ലയന്റിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ബേസിക്കലി കേരളത്തിലുള്ള ആളുകളാണ്. അവർ തമിഴ്നാട്ടിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത, അവിടെയാണ് ഹസ്ബൻഡിന് ജോലി. പിന്നെ അതുപോലെ ഈ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ തന്നെ
ജനിച്ചതും വളർന്നതും ഒക്കെ ചെന്നൈയിലാണ്. അപ്പോൾ അവിടെയാണ് താമസം. അപ്പോൾ പക്ഷെ അവർക്ക് അവരുടെ ആ ഒരു വേര്, മലയാളത്തോടുള്ള ആ വേര് നഷ്ടപ്പെട്ടു പോകരുതെന്ന് ആഗ്രഹിച്ച് മലയാളം പഠിക്കാമെന്നാണ്. അപ്പോൾ ഇപ്പോൾ അക്ഷരം തൊട്ട് ബേസിക് ലെവലിലാണ് അവരെ പഠിപ്പിക്കുന്നത്. അവരും കുറച്ച് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. പക്ഷെ അവർക്ക് മലയാളത്തോട് അവർ പറയുന്നത് എനിക്ക് ഈ മലയാളം പഠിച്ചിട്ട് വേണം എൻ്റെ കുട്ടികളെ മലയാളം പഠിപ്പിക്കാൻ. അപ്പം അവരുടെ ഉള്ളിൽ എന്താണ് മലയാളത്തോട്, മാതൃഭാഷയോടുള്ള ഒരു സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. അവർ നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് എൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ട് നന്നായി പഠിച്ചു പോകുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ 2 ആഴ്ച മുമ്പ് എനിക്കൊരു ക്ലയൻറ്റ് വന്നു. ആദ്യം സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം ഓർത്തു ഇത്രയും 4 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരാൾ എങ്ങനെയാ എൻ്റെ പേജ് പെട്ടെന്ന് നമ്മൾ ആ സക്സസിൻ്റെ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് മലയാളം റിലേറ്റഡ് പഠിക്കുന്നതിന് സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളുടെ പേജാണ് വരുന്നത്. അദ്ദേഹം 6 ഡെമോ എടുത്തു. അതിൽ 6ാമത്തെ ഡെമോ ആയിരുന്നു ശരിക്കും ഞാൻ. കാരണം ഞാൻ ആ മെസ്സേജ് കാണാൻ ഒരു ഇച്ചിരി വൈകിപ്പോയി, കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഞാൻ 6ാമത്തെ ഡെമോ ആയിരുന്നു. 6ാമത്തെ ഡെമോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും അതുപോലെ അദ്ദേഹം ഇപ്പൊ നമുക്ക് വേണ്ടി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം തമിഴ്നാട്ടിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഫിലിം ഇൻഡസ്ട്രിയിലും ഒക്കെ വളരെ നല്ല രീതിയിൽ ആങ്കർ ചെയ്യുന്ന ഇന്റർവ്യൂ ചെയ്യുന്ന ആളാണ് VJ വസന്ത്. വീഡിയോ ജോക്കിയാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. കാരണം 4 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹമൊക്കെ വരുമ്പം അപ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത് നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിത്തുടങ്ങി, കുറേ ആളുകളിലേക്ക് എത്തിത്തുടങ്ങി. അപ്പം നമ്മുടെ ആ ഒരു തുടക്കം, ഇപ്പം എൻ്റെ ഏറ്റവും വലിയൊരു മോട്ടീവ് ഇത് തുടങ്ങിയ സമയത്ത് ഇതായിരുന്നു, മലയാളം വേൾഡ് വൈഡ് എത്തിക്കുക, എല്ലാവരും പഠിക്കുക. അത് എന്താണ്, ഇന്ന മലയാളി തന്നെയല്ല, എല്ലാവരും പഠിക്കാമെന്നൊരു ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു വലിയൊരു തുടക്കം. ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട്, ഇനി ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വലിയൊരു വിജയമായിട്ട് ഈ ഒരു പേജ് മാറി. നമ്മളൊക്കെയും ഒരു കാലത്ത് ഇപ്പോഴും ഞാനടക്കമുള്ളവർ തപ്പുന്നത് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം, ഇംഗ്ലീഷ് ലേൺ ചെയ്യാന്നുള്ളതാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. മലയാളം അറിയാമല്ലോ എന്ന് വെച്ചാൽ മറ്റു ലാംഗ്വേജ് സീക്കിംഗ് ആണ് ഏറ്റവും വലിയത്. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ പലർക്കും ഇംഗ്ലീഷ് അറിയാമെങ്കിൽ കൂടിയും പറയാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രധാന കാരണം ഗ്രാമർ മിസ്റ്റേക്ക് ആണ്. മലയാളത്തിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും നമ്മൾ പറയല്ലേ ഏറ്റവും പരമമായ ബോറായിട്ടുള്ള ഗ്രാമർ ക്ലാസ് നമ്മൾ പ്രാന്ത് പിടിക്കൂല നമുക്ക് ഗ്രാമർ. അതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ നമ്മളത് പറഞ്ഞ് ശീലിച്ചത് കൊണ്ടാവാം നമുക്കത് ഭയങ്കര ഈസിയാണ്. വ്യാകരണം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വന്നത്, ഞങ്ങളെ പഠിപ്പിച്ച, ഞങ്ങൾ രണ്ടുപേരും സെന്റ് തോമസിലെ സ്റ്റുഡൻസ് ആണ്. അപ്പം ഞങ്ങളെ ഡേവിസ് എന്ന് പറയുന്നൊരു ഡേവിസ് സേവിയർ സാർ എന്ന് പറയുന്നൊരു സാറുണ്ട്. ഡേവിസ് സേവിയർ സാറുണ്ട്. സാറാണ് മലയാളത്തിൽ വ്യാകരണ ഗ്രന്ഥം എഴുതിയത്. എനിക്ക് തോന്നുന്നു കേരളപാണിനിക്കും ശേഷഗിരി പ്രഭുവിനും ഒക്കെ ശേഷം പിന്നീട് ഒരു വലിയൊരു വ്യാകരണ ഗ്രന്ഥം എഴുതുന്ന അത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ് ഡേവിസ് സേവിയർ സാർ എന്ന് പറയുന്നത്. സാറിന്റെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വ്യാകരണത്തോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. വ്യാകരണം ഞങ്ങൾ എൻജോയ് ചെയ്താണ് പഠിച്ചതെന്ന് പറഞ്ഞാൽ പലരും വിശ്വസിക്കത്തില്ല. കാരണം അത്രയും സാർ നർമ്മമല്ല, സാർ അതിന്റെ ഒരു പാറ്റേൺ, ആ പഠിപ്പിക്കുന്ന രീതിയാണ്. ആ രീതി കൊണ്ട് നമുക്ക് സാറിനോടൊരു ബഹുമാനവും ആ വ്യാകരണത്തോട് നമുക്കൊരു ഏത് വിഷയവും അങ്ങനെയാണല്ലോ. കാരണം നമുക്ക് ആ ഒരു രീതി ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഭാഷയോട്, ഞാൻ എപ്പോഴും ഇപ്പം വീഡിയോസ് ആണെങ്കിലും നിങ്ങൾക്ക് കാണുവാണെങ്കിൽ അറിയാം, പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും കഷ്ടപ്പെട്ട് മലയാളം പഠിക്കരുത്, നിങ്ങൾ ഇഷ്ടപ്പെട്ട് വേണം മലയാളം പഠിക്കാൻ. അതാണ് നമ്മുടെ ഒരു മോട്ടോ തന്നെ. കാരണം ഇഷ്ടപ്പെട്ട് പഠിക്കുമ്പം അത് ഒരു വേറെ നമുക്ക് നമ്മളെല്ലാവരും കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ട് വരുമ്പോൾ അങ്ങനല്ലേ, നമ്മൾ ഒരു കാര്യത്തോട് ഇഷ്ടം തോന്നിയാൽ പിന്നെ എപ്പോഴും എനിക്ക് മലയാളം ഇഷ്ടമായിരുന്നു, എപ്പോഴും എനിക്ക് മലയാളം എടുത്ത് 1ാമത്തെ പാഠവും 2ാമത്തെ പാഠവും ഒക്കെ ഞാൻ ഉറക്കെ വായിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇഷ്ടം കുട്ടികളിലേക്കും എത്തിക്കുക എന്ന ഉദ്ദേശത്തോടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സിലബസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കരിക്കുലം, എന്താണ് നിങ്ങൾ അതിനകത്ത് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്? ഈ അക്ഷരം തൊട്ടാണ് നമ്മൾ അതായത് കരിക്കുലത്തിൽ അക്ഷരങ്ങൾ, അതുപോലെ തന്നെ കവിതകൾ, കഥകൾ ആ പാറ്റേൺസിൽ പഠിപ്പിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഏത് മേഖലയാണോ കുട്ടിയുടെ നിലവാരത്തിനനുസരിച്ച്, ചെറിയ കുട്ടിയാണെങ്കിൽ നമ്മൾ ഇപ്പൊ ഇത്ര ക്ലാസ് കൊണ്ട് സ്വരാക്ഷരങ്ങൾ, ഇത്ര ക്ലാസ് കൊണ്ട് വ്യഞ്ജനാക്ഷരങ്ങൾ, ഇത്ര ക്ലാസ് കൊണ്ട് ചില്ലക്ഷരങ്ങൾ, പിന്നെ അത് കഴിഞ്ഞ് സ്വരാക്ഷരങ്ങൾ വെച്ചുള്ള വാക്കുകൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ഇതെല്ലാം അങ്ങനെയുള്ള വാക്കുകൾ കുറെ പഠിപ്പിച്ച് അങ്ങനെ കുട്ടി ഒരുപാട് വാക്കുകൾ കേൾക്കുവാണ്, ഒരുപാട് വാക്കുകൾ കാണുവാണ്. അപ്പോൾ ആ കുട്ടിക്ക് തന്നെ കുറെ വൊക്കാബുലറി വർദ്ധിപ്പിക്കുക. ഇംഗ്ലീഷ് മാത്രം, അമേരിക്കയിൽ നിന്ന് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന കുട്ടികൾ നമ്മുടെ അടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ അത് സ്പോക്കൺ ആയിട്ട് പഠിപ്പിക്കുവാണ്. അപ്പൊ ഇപ്പം അവർക്ക് ഫ്ലുവൻസി അത്ര ഇല്ലെങ്കിൽ പോലും അവർ നന്നായിട്ട് പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും നമുക്കും അഭിമാനം. അവരുടെ പേരൻസ് ആണെങ്കിലും ഒരുപാട് റിവ്യൂസ് നമുക്ക് ഇങ്ങോട്ടിട്ട് തരാറുണ്ട് പേരൻസ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കൊച്ചു പിള്ളേരെ നിങ്ങൾ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ക്ലാസ്? ഇപ്പൊ 1 hour ആണെന്ന് പറഞ്ഞു, ഡെയിലി ക്ലാസ് ഉണ്ടോ അതോ എങ്ങനെയാണ് നിങ്ങളുടെ റെക്കോർഡഡ് ക്ലാസ് ഉണ്ടാവുമോ, എങ്ങനെയാണ്?
അത് ഓരോരുത്തരുടെയും ആവശ്യം ആവശ്യമനുസരിച്ചാണ്. കാരണം ഇപ്പോൾ ചിലർക്ക് ആഴ്ചയിൽ എല്ലാ ദിവസവും വേണ്ടവരുണ്ട്, വീക്ക്ലി വൺസും മതിയായിട്ടുള്ളവരുണ്ട്, 2 days വേണ്ടവരുണ്ട്, 3 days വേണ്ടവരുണ്ട്. അതൊക്കെ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മുടെ ക്ലയന്റിന്റെ സ്റ്റുഡൻസിന്റെ ആവശ്യാനുസരണമാണ് നമ്മൾ. കാരണം ഇന്ന് കുട്ടികൾ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർ ഫുള്ളി പാക്ഡ് ആണ്. അതിന്റെ ഇടയ്ക്കാണ് നമുക്ക് വേണ്ടി അവർ സമയം കണ്ടെത്തുന്നത്. അപ്പോൾ ക്ലയൻസിന്റെ ആവശ്യം അനുസരിച്ച്, അതുകൊണ്ടാണ് നമ്മൾ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട്, നമ്മളൊരു കടുംപിടുത്തം ഒന്നും പിടിക്കാതെ അവർക്കൂടെ പറ്റുന്ന രീതിയിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ. പുണ്ണി ടീച്ചർ പറഞ്ഞ പോലെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമുക്ക് പേരൻസിന്റെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. കാരണം നമ്മൾ ഓൺലൈൻ ആണല്ലോ എടുക്കുന്നത്. അപ്പോൾ അവരുടെ ടൈമിങ്ങും അവിടെ ഒരു ഇതാണ്. ഒപ്പം തന്നെ കുട്ടികളുടെ ടൈമിങ്ങും സ്കൂൾ കഴിഞ്ഞ് വരുന്നത്, ഇപ്പോൾ സ്കൂൾ ഓപ്പണിംഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ടൈമിങ് രണ്ട് കൂട്ടർക്കും, ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും പേരൻസിനും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള, അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈമിംഗ് അനുസരിച്ചാണ് എടുക്കുന്നത്. പിന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും പറയും അത് ഓൺലൈൻ കുട്ടികളാ, കോവിഡ് സമയത്തെ കുട്ടികളാ, അതുകൊണ്ട് അവർക്കൊന്നും അറിയാത്ത. എല്ലാവരും ഇപ്പൊ പറയുന്ന ഒരു കാരണമാണ് കോവിഡ് കാലം ഒരു പ്രധാന കാലമാക്കി വെച്ചേക്കും. അതുകൊണ്ട് കോവിഡ് കാലത്തെ കുട്ടികളാണെന്നും പറഞ്ഞ് ഇത് കുട്ടികൾക്ക് അക്ഷരം അറിയില്ല, അവർക്ക് അതുകൊണ്ട് അറിയാത്ത എന്ന് ടീച്ചേഴ്സ് പറയുന്ന ഒരു ന്യായം കൂടിയാണ്. പക്ഷെ അവിടെയാണ് നമ്മുടെ ഈ ഒരു മലയാളി വേർഡ് സ്മിത്ത് ഡിഫറെന്റ് ആയിട്ട്, വ്യത്യസ്തമായിട്ട് നിലനിൽക്കുന്നത്. കാരണം നമ്മൾ ഈ ഓൺലൈനിലൂടെയാണ് കുട്ടികളെ ഏറ്റവും നന്നായി പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു പറ്റം ടീച്ചേഴ്സ് എന്താണ് ഒരു ട്രോൾ ചെയ്തോ അല്ലെ ഒരു ട്രോൾ വിഭാഗത്തിലൂടെ പറഞ്ഞത്, അത് കുട്ടികൾക്ക് പഠനത്തിൽ പിന്നാക്കം വന്നത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് വായിക്കാനും എഴുതാനും അറിയത്തില്ല എന്ന് പറഞ്ഞത് ഈ ഓൺലൈനിലൂടെയുള്ള വിദ്യാഭ്യാസത്തിന് 2 വർഷമാണെന്ന് പറയുന്നു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഓൺലൈനാണ് കുട്ടികളെ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് ഇപ്പോൾ ഓഫ്ലൈൻ ട്യൂഷനേക്കാൾ പേരൻസും ഇഷ്ടപ്പെടുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഓൺലൈൻ ട്യൂഷൻസ് ആണ്. കാരണം എവിടെയും കുറെ സമയം അവർക്ക് ലാഭിക്കാനും പറ്റുന്നുണ്ട്. ഈ പോക്കുവരവുകളുടെ സമയം ലാഭിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കൃത്യമായിട്ടൊരു പാറ്റേണിൽ പഠിപ്പിച്ചു പോയാൽ അവർ പഠിച്ചോളും. പിന്നെ ആ ഇഷ്ടം, ഞാൻ പറഞ്ഞ ആ ഇഷ്ടം അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അത് ഇതിനകത്ത് പറഞ്ഞല്ലോ, ഈ പേരൻസിന്റെ സപ്പോർട്ട് വളരെയാണ്. ഞങ്ങൾക്ക് വന്നേക്കുന്ന സ്റ്റുഡൻസിന്റെ പേരൻസ് എന്ന് വെച്ചാൽ വളരെ, അതായത് കുട്ടികളെ നല്ല രീതിയിൽ മികച്ച പൗരന്മാരാക്കി വളർത്തണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ പേരൻസ് ആണ്. അപ്പൊ ആ പേരൻസിന്റെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ ഈ ഒരു മലയാളി വേർഡ് സ്മിത്ത് മുന്നോട്ട് പോകുന്നത്. അത് പ്രത്യേകം പറയേണ്ടതാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പം നിലവിൽ അത് മാത്രമാണ് ഉള്ളത്. ഫേസ്ബുക്ക്. നിങ്ങളുടെ കീഴിൽ എത്ര ടീച്ചേഴ്സ് ഉണ്ട്? ഇപ്പോൾ ഒരു 6 ടീച്ചേഴ്സ് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അത് ഓരോരുത്തർ ചോദിക്കുന്നതിനനുസരിച്ച്, അതായത് നമുക്ക് എൻക്വയറീസ് ഇപ്പോൾ ഒരു വർഷം ആയപ്പോഴാണ് നമുക്ക് എൻക്വയറീസ് കൂടുതലായിട്ടും വരാൻ തുടങ്ങിയത്. ഒരുപാട് പേര്, അതായത് മൗത്ത് പബ്ലിസിറ്റി ഉണ്ടല്ലോ, ഒരുപാട് പേര് തങ്ങളുടെ കുട്ടികൾ വളരെ നന്നായിട്ട് ചെയ്യുന്ന കാണുമ്പോൾ അടുത്തയാൾ ചോദിക്കും. അങ്ങനെ അല്ലാതെ നമ്മൾ നോക്കി കണ്ടുപിടിക്കുന്നതല്ല, എല്ലാം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അത് ഇതുപോലെ ഈ പറഞ്ഞ പോലെ തുടങ്ങിയ സമയത്ത് ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇപ്പം വലിയ രീതിയിലേക്കുള്ള ഒരു മാറ്റം. കാരണം പല കുട്ടികളും മലയാളം നന്നായി കൈകാര്യം ചെയ്യുന്നത് കാണുമ്പോൾ ഇപ്പൊ ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഈ മലയാളി വേർഡ് സ്മിത്ത് എന്നുള്ള വാക്ക് എന്താണ്? മലയാളി വേർഡ് സ്മിത്ത്, അതായത് വേർഡ് സ്മിത്ത് എന്ന, മലയാളികളാണല്ലോ നമ്മൾ, വേർഡ് സ്മിത്ത് എന്ന വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ വിദഗ്ധർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ എമ്മും ഡബ്ല്യുവും കൂടെ, നിങ്ങൾക്ക് ആ ലോഗോ കാണാം, എമ്മും ഡബ്ല്യുവും കൂടെ ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ലോഗോ ആണ്. അപ്പോൾ മലയാളത്തില് വളരെ വിദഗ്ധമായിട്ട് നമുക്ക് സംസാരിക്കാൻ ധാരാളം വാക്കുകൾ, വൊക്കാബുലറി വർദ്ധിപ്പിക്കുക, വിദഗ്ധമായിട്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കുക എന്നതാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. പുണ്ണി ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മലയാളി വേർഡ് സ്മിത്ത് എന്ന വാക്കിനർത്ഥം മലയാള ഭാഷയിൽ വിദഗ്ധരായവർ എന്നുള്ളതാണ്. ഭാഷയിൽ വിദഗ്ധരായവർ എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിലൂടെ തന്നെ മലയാള ഭാഷ പഠിപ്പിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികളെ പ്രസംഗത്തിന് പ്രാപ്തരാക്കുക കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രസംഗം നല്ല രീതിയിൽ കുട്ടികളെ പറയാനും അത് എഴുതാനും പരിശീലിപ്പിക്കുന്ന ഒരു രീതി കൂടി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ രണ്ടുപേരും, ഞാൻ ആദ്യമേ ചോദിച്ചിരുന്ന ഒരു ചോദ്യം, കുട്ടികളിൽ അക്ഷരങ്ങൾ, ഇപ്പോൾ ഈ മലയാളം മാത്രമല്ല എഴുതാനും വായിക്കാൻ അറിയത്തില്ലാത്തതെന്ന് പറയുന്നുണ്ട്. നിങ്ങളും ടീച്ചർ ഫാക്കൽറ്റിയാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞത് നിങ്ങളെ മറുപടി പറഞ്ഞിട്ടില്ല. മാത്രമല്ല പലർക്കും സാലറി വളരെ കുറവാണ്. ഈ കുട്ടി എന്ന് വെച്ചാൽ അത്രയും കുറവാണ്. 8 മണിക്കൂർ പഠിപ്പിക്കാൻ പോകുന്നതിൽ ഒരു 6-5 മണിക്കൂറും കുട്ടികളോട് ഇങ്ങനെ സംസാരിക്കണം. എനിക്കിവിടെ ഒരു 10 മിനിറ്റ് കൂടുതൽ സംസാരിച്ച് എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ. ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഏകദേശം ഒരു 3-4 മണിക്കൂർ കണ്ടിന്യൂസ് സംസാരിച്ചു. എനിക്ക് സ്ട്രെയിൻ ആണ്. പക്ഷെ നാളെ എനിക്ക് സംസാരിക്കണം. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഓൺലൈൻ സെഷൻ ആണെങ്കിൽ കൂടിയും നിങ്ങൾ എങ്ങനെയായിരിക്കും ഇതിനെയൊക്കെ? അതായത് മലയാളി വേർഡ് സ്മിത്ത് എന്ന് പറയുന്ന ഒരു പേജ് തുടങ്ങാൻ കാരണമാണ് ഇപ്പം നിങ്ങൾ ചോദിച്ച ആ ഒരു ചോദ്യം. അതായത് ഇപ്പം മലയാളി വേർഡ് സ്മിത്ത് എന്ന് പറയുന്ന ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഈ ഒരു ഇപ്പൊ ചോദിച്ച ആ ചോദ്യത്തിൽ നിന്നുമുള്ള ഒരു ഉത്തരവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേര് ഇന്ന് പ്രൈവറ്റ് സ്കൂളുകളിലും മറ്റും, ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ എനിക്ക് ആ പ്രശ്നമില്ല, പക്ഷേ പൊതുവെ
പൊതുവെ പ്രൈവറ്റ് സ്കൂളുകളിൽ വളരെ തുച്ഛമായ ശമ്പളത്തിന് വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നത്. അത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരുപാട് മണിക്കൂറുകൾ ക്ലാസ് എടുക്കുന്നു, സ്കൂളിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ വളരെ തുച്ഛമായ ആ വരുമാനം അവർക്ക് ശരിക്കും അവരുടെ നിത്യ ഉപയോഗ സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് പോലും തികയുന്നില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ടീച്ചേഴ്സിൻ്റെ ജോലിക്ക് എന്തോ ഒരു ഈ ഒരു അത്ര ഒരു വില കുറച്ച് കാണുന്നത് പോലെ, ഈ സാലറി വെച്ച് നോക്കുമ്പോൾ വില കുറച്ച് കാണുന്നത് പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് കുട്ടികളെ പഠിപ്പിച്ച് അത് വളരെ നല്ലൊരു റിസൾട്ട് ആക്കുന്നതോടൊപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു ഏർണിങ്സും കൂടെ. ഇന്ന് മലയാള അധ്യാപകരല്ല, ഏതൊരു അധ്യാപകരും നേരിടുന്ന, പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപകർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സാലറിയാണ്. വളരെ കുറച്ച് തുച്ഛമായ ശമ്പളത്തിനാണ് പല പ്രൈവറ്റ് സ്കൂളിലും ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവരുടെ അധ്വാനം എന്ന് പറയുന്നത് പുറത്തുനിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവർ പറയുന്നത് ടീച്ചേഴ്സിന് എന്ത് ജോലിയാണെന്നാണ്. പക്ഷേ ഈ മാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ തൊണ്ടയിൽ എടുക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട്, അത് ശാരീരിക അധ്വാനമായിട്ട് മറ്റുള്ളവർ പരിഗണിക്കാത്തതാണ് പ്രശ്നം എന്ന് പറയുന്നത്. കാരണം ഏറ്റവും കൂടുതൽ നമ്മുടെ നമുക്ക് മറ്റൊരാളുമായി ആശയവിനിമയം നടത്തണമെങ്കിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത് നമ്മുടെ നാവാണ്. അപ്പം അത് ഒരു 6-7 മണിക്കൂർ നമ്മൾ നിർത്താതെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു ശാരീരിക അധ്വാനം ചെയ്യുന്നില്ലെങ്കിലും നമ്മൾ ഉറപ്പായും ശാരീരിക അധ്വാനം ചെയ്യുന്നുണ്ട്. എല്ലാ ടീച്ചേഴ്സും നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്ത് ഇനി ക്ലാസ്സിൽ സിലബസ് പഠിപ്പിച്ച് തീർക്കാന്നുള്ളത് മാത്രമല്ല, അല്ലാതെ വരുന്ന എല്ലാവിധ കോ കരിക്കുലർ ആക്ടിവിറ്റീസിലും ടീച്ചേഴ്സ് ഭാഗമാണ്. എല്ലാ ടീച്ചേഴ്സിനും വ്യത്യസ്തമായിട്ടുള്ള ജോലികൾ, അത്തരത്തിലുള്ള ജോലികൾ ലഭിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ടീച്ചേഴ്സ് അങ്ങനെ ജോലി ചെയ്യുന്നില്ല, അതുകൊണ്ട് അവർക്ക് തുച്ഛമായ ശമ്പളം മതി എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ തെറ്റായ രീതിയായിട്ടേ നമുക്കിതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് മാത്രമല്ല, ഇപ്പോൾ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ നമ്മളിപ്പോൾ ഇന്റർവ്യൂവിന് പോവാണ്. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് വന്ന് വളരെ വിഷമത്തോടെ പറഞ്ഞാണ് എയ്ഡഡ് സ്കൂളുകളിൽ ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് അവിടെ അവർ ചോദിക്കുന്നത് 40 ലക്ഷവും 50 ലക്ഷവും 60 ലക്ഷവും ഒക്കെയാണ് കയറുമ്പോൾ കൊടുത്ത് കയറേണ്ടത്. അപ്പോൾ ഇത് കൊടുക്കാനും വില്ലിംഗ് ആയിട്ട് ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവിടെ തഴയപ്പെട്ട് പോകുന്നത് ഇതുപോലെ ഒരുപാട് റാങ്ക് ഹോൾഡേഴ്സ് ആയ ആളുകൾ, ഒരുപാട് നെറ്റ് ക്വാളിഫൈഡ്, എല്ലാം നമുക്ക് പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് പറയുന്ന പോലെ ഈ ക്വാളിഫിക്കേഷൻസ് അവിടെ പിന്തള്ളുവാണ്. അവിടെ പണത്തിനാണ് പ്രാധാന്യം. 50 ലക്ഷം കൊടുക്കാൻ തയ്യാറായവർക്ക് ഓക്കെ സീറ്റുണ്ട്. അപ്പോൾ ഈ ഒരു പണത്തിൻ്റെ ബേസിസിൽ ആ വിദ്യാഭ്യാസ രീതിയും ഒക്കെ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ കുറേ പേര് വെറുതെ നിൽക്കുന്നു, ബാക്കിയുള്ളവർ പൈസ കൊടുത്ത് കയറിപ്പോകുന്നു. എന്നിട്ട് ചിലപ്പോൾ അവർക്ക് ഡിഗ്രിയും PG ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ചിലപ്പോൾ ഉണ്ടായിരിക്കണം എന്നില്ല. എന്നിട്ട് അവരാണ് അടുത്ത തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി ചെല്ലുന്നത്. അതാണ് മാം മുമ്പ് പറഞ്ഞൊരു ചോദ്യത്തിന് ഉത്തരം അവിടെയാണ് വരുന്നത്. എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ അറിയത്തില്ല? ഈ വെൽ ക്വാളിഫൈഡ് അല്ലാത്ത ടീച്ചേഴ്സാണ് പല സ്കൂളുകളിലും പഠിപ്പിക്കുന്നത്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഈ ചിഹ്നങ്ങളോ അക്ഷരങ്ങളോ അറിയില്ല. പിന്നെ എങ്ങനെയാണ് തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ അവർക്ക് പഠിപ്പിക്കാൻ കഴിയുന്നത്? വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള പല അധ്യാപകരും പുറത്ത് നിൽക്കുന്നു. അവർക്ക് ഈ പണത്തിൻ്റെ പ്രശ്നം കൊണ്ട് അവർ പിന്തള്ളപ്പെട്ടു പോകുന്നതാണ് കാണുന്നത്. ഗവൺമെൻറ്റിലാണെങ്കിലും ഇപ്പം ഗവൺമെൻറ് സ്കൂളുകളൊക്കെ ആണെങ്കിൽ വളരെ നിയമനങ്ങൾ വളരെ കുറവാണ്. ഇപ്പോൾ PSCയുടെ നിയമനങ്ങളൊക്കെ നോക്കി അറിയാം. PSCയുടെ നിയമനങ്ങളൊക്കെ ഗവൺമെൻറ് സ്കൂളുകൾ വളരെ കുറഞ്ഞു വരികയാണ്. കാരണം ഒന്നാമത്തെ കാര്യം ഇവിടെ മൈഗ്രേഷൻ കൂടുന്നുണ്ട്. ഇവിടെ നിന്ന് യുവതലമുറ എന്ത് ചെയ്യുന്നുണ്ട്? മൈഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ അൺഎംപ്ലോയ്മെൻ്റ് ആണ് നമ്മളെ ഭരിക്കും. നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എത്ര ക്വാളിഫൈ ചെയ്തു എന്ന് പറഞ്ഞാലും ഇപ്പം മലയാളം അല്ലെങ്കിൽ ഏതൊരു അധ്യാപകരെ എടുത്ത് നോക്കിയാലും അവർ ഒരുപാട് ഡിഗ്രി PG അതുപോലുള്ള പല ഒരുപാട് യോഗ്യതകൾ നേടിയിട്ടും അവരെന്ത് ചെയ്യപ്പെടുകയാണ്? എന്നിട്ടും 6000-7000 രൂപയ്ക്കൊക്കെ പ്രൈവറ്റ് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ട്. സാധാരണ ഒരു ഡേ ലേബർക്ക് പോലും 1600-1700 രൂപ ഒരു ദിവസം കിട്ടുന്ന കേരളത്തിൽ ഒരു ടീച്ചേഴ്സ് അധ്യാപകർ നേരിടുന്ന ഏറ്റവും വലിയൊരു ഇത്രയും ക്വാളിഫിക്കേഷൻസ് നേടിയിട്ടും കൂടെയാണ് നമ്മൾ ഇത്രയും വർഷം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത നമ്മുടെ നമുക്ക് ഒരുപാട് ദുഃഖം തോന്നാറുണ്ട് ആ ഒരു കാര്യത്തെ പറ്റി ഓർക്കുമ്പോൾ. കാരണം നമ്മൾ ഇത്രയും സഫർ ചെയ്ത് പലരും പല ജീവിതത്തിലുണ്ടാകുന്ന പലവിധ അനുഭവങ്ങളും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ തങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞവർ അല്ലെങ്കിൽ ക്വാളിഫൈ കുറഞ്ഞ ആളുകൾ ജോലിയിൽ കയറുകയും തങ്ങൾ ജോലിയില്ലാത്തവരായി നിലനിൽക്കുകയും ചെയ്യുന്നത് ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ അധ്യാപകരുടെ ഇടയിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്. അപ്പോൾ നിങ്ങൾ ഈ റെക്കോർഡഡ് ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ?
റെക്കോർഡഡ് ക്ലാസ്സുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ആപ്പിലേക്കൊക്കെ, കാരണം നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കടക്കുന്നേ ഉള്ളൂ. അതെ, ഇപ്പൊ ലൈവ് ക്ലാസ്സുകളാണുള്ളത്. പക്ഷെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ആപ്പിലേക്ക് കടക്കാനും അതുവഴി റെക്കോർഡഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാനും. ആരെങ്കിലും ബിസിനസ് ഐഡിയ ആയിട്ട് ഇതിന് ഇറങ്ങി തിരിച്ചു, കാരണം ഇതൊക്കെ ഇപ്പോൾ ഒരു ബിസിനസ് ആണ്. ലൈക്ക് ഇതിപ്പം ആപ്പ് വഴിയാണെങ്കിൽ കുറെ കൂടെ ഈ ആപ്പ് ആക്കി തരാം, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് ആക്കിയാൽ ഇതിന് ഇത്തിലൂടെ വലുതാകും എന്നുള്ള രീതിയിൽ ആരെങ്കിലും നിങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ആപ്പ് വഴി ഒരു 3-4 പേര് അപ്രോച്ച് ചെയ്തിരുന്നു. അപ്പൊ അവരിങ്ങനെ പറഞ്ഞിരുന്നു ആപ്പ് ആക്കി തരാം, അത് ഓരോ ഇന്ന ഫിക്സഡ് എമൗണ്ടിൽ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞ് അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ അതിലേക്കൊക്കെ ഒന്ന് കടക്കുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു വലിയൊരു സ്റ്റെപ്പാണതല്ലേ. അപ്പൊ അതിലേക്ക് കടക്കുകയാണ്. പിന്നീട് ഒരു വലിയ ആഗ്രഹം ഒരു സ്ഥാപനം പോലെയൊക്കെ തുടങ്ങണം എന്നതാണ് വലിയൊരു ആഗ്രഹം. അതിനുള്ള ഒരു വലിയ തുടക്കമാണ് ഇത്. ഇപ്പോ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആണെങ്കിൽ യൂട്യൂബിൽ ക്ലാസ്സുകൾ നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടാൽ വ്യൂവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും, അത് നിങ്ങൾക്ക് ഒരു മറ്റൊരു വരുമാനമാവുകയും ചെയ്യും. അതെ അതെ, അതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇപ്പൊ പുണ്യ ടീച്ചർ പറഞ്ഞ പോലെ ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങളും ജോലി വ്യത്യസ്തമായിട്ടുള്ള സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു സമയക്കുറവ് ഞങ്ങൾ നേരിടുന്നുണ്ട്. ഇപ്പൊ ഈ ഐഡിയ പുണ്യയുടേതാണെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക്, നമുക്കിപ്പം ഒരു സുപ്രഭാതത്തിൽ എണീറ്റിട്ട് മലയാളം പഠിപ്പിക്കണം എന്നൊരു ഉറക്കം എണീറ്റ് വന്ന് മലയാളം പഠിപ്പിക്കണം എന്നല്ലല്ലോ, എന്താണ് ഇതിന് പിന്നിലൊരു? എന്നെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ 15-ാമത്തെ വയസ്സിൽ ട്യൂഷൻ എടുത്ത് തുടങ്ങിയ ആളാണ്. 15 വയസ്സെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പ്രായം. കാരണം അത് ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളാണ്, ജീവിതത്തിൽ നേരിട്ട ചില സന്ദർഭങ്ങൾ, അതായത് വീട്ടിലുണ്ടായ കുറച്ച് ദുരിത കഷ്ടപ്പാടുകളൊക്കെ കൊണ്ട് ആ സമയത്ത് നമുക്ക് അതിലേക്ക് ഇറങ്ങി തിരിച്ചേ പറ്റും. അപ്പം ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒറ്റ മോളാണ്. അപ്പം ഞാൻ ആ ട്യൂഷനിലേക്ക് അങ്ങനെ 15-ാമത്തെ വയസ്സിൽ ഇറങ്ങി തിരിച്ചു. അന്ന് എനിക്ക് വീട്ടിലേക്ക് കുട്ടികൾ വന്നിട്ടൊരു 20 കുട്ടികളൊക്കെ വീതം പഠിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് ഓരോ ഘട്ടത്തിലും അപ്പോൾ കുട്ടികൾ കൂടുന്നു. അപ്പം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയി. അങ്ങനെയാണ് ഞാൻ ടീച്ചിങ് സെലക്ട് ചെയ്തത്. അതിനുവേണ്ടി ഡിഗ്രിയും PGയും BEdും ഒക്കെ എടുത്തത്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്, അതായത് ഇത് മാത്രം ഒതുങ്ങിക്കൂടിയാൽ പോരാ. ഒരു വീടിൻ്റെ 4 ചുവരിൽ ട്യൂഷൻ എടുത്ത് മാത്രം ഒതുങ്ങിക്കൂടിയാൽ പോരാ. കാരണം അത്രയും വിശാലമായ ലോകം ഇന്ന് നമുക്ക് മുമ്പിലുണ്ട്. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിശാലതയിലേക്ക് പോവുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി എൻ്റെ ഒരു സുഹൃത്ത്, അത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞു തന്നത്. ഒരു കാര്യം ചെയ്യും, ഒരു പേജ് തുടങ്ങ്, ആ പേജ് വഴി നല്ലൊരു ലോഗോ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വീഡിയോസ് ജസ്റ്റ് ഇട്ട് തുടങ്ങാം, അപ്പോൾ ആളുകൾ വന്നോളും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഈ പേജ് സ്റ്റാർട്ട് ചെയ്ത് അതിന് നമ്മൾ ഒരു എഡിറ്ററെ വെച്ചു. ആ എഡിറ്ററുടെ ഒരു കഴിവാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പേജിനെ ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് കാരണമായി തീർന്നത്. നിങ്ങൾക്കറിയാം, അതിലെ ഓരോ പോസ്റ്റുകളും വളരെ പ്രൊഫഷണലായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം കൂട്ടത്തിലുണ്ടായിരുന്ന, അതിനുശേഷം ആതിര ചേച്ചി കടന്നു വന്നു, അതിനുശേഷം ഒരുപാട് കൂട്ടുകാർ കടന്നു വന്നു. എല്ലാവരും വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, നന്നായിട്ട് പഠിപ്പിക്കുന്ന ആൾക്കാർ. അപ്പോൾ ശരിക്കും എൻ്റെ സ്വപ്നത്തിന് അവിടെ ഒരു പൂ അണിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ഓക്കെ, ഇപ്പം നമുക്ക് ഒരാൾക്ക് നിങ്ങളുടെ ഇതിൽ പഠിക്കണം, എങ്ങനെയാണ് നമുക്കത്? ഗൂഗിളിൽ സെർച്ച് ചെയ്യണോ, ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്യണോ, എങ്ങനെയാണ്? ശരിക്കും നമ്മൾ ഗൂഗിളിലേക്ക്, വെബ്സൈറ്റിലേക്കൊക്കെ വരുവാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതേ ഉള്ളൂ. ഈ ഒരു വർഷത്തെ കുറച്ച് തിരക്കുകളും, പിന്നെ ഞാനും ഇതിനെക്കുറിച്ച് പഠിക്കുമായിരുന്നു. പിന്നെ ഇപ്പം എനിക്കൊരു ഗ്രൂപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് അപ്പോൾ ആതിര ചേച്ചിയൊക്കെ ആണെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഇതിനെക്കുറിച്ച് ധാരണ ലഭിക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ വെബ്സൈറ്റിലേക്കൊക്കെ ആകുന്നുണ്ട്. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്താൽ മതി. മലയാളം ഓൺലൈൻ ക്ലാസ് എന്ന് കൊടുത്താൽ തന്നെ വരും. മലയാളി വേർഡ് സ്മിത്ത് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ പേജ് വരും. പേജിലൂടെ നിങ്ങൾ എൻക്വയറി ചെയ്താൽ നമ്മൾ അപ്പം തന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ഒന്നെങ്കിൽ മലയാളി വേർഡ് സ്മിത്ത് എന്ന് അടിച്ചു കൊടുത്താൽ നേരിട്ട് വരും, അല്ലെങ്കിൽ മലയാളം ഓൺലൈൻ ക്ലാസ് എന്ന് കൊടുത്താൽ ഓൾറെഡി ഇപ്പം വരുന്നുണ്ടെന്നാണ് നമ്മുടെ ക്ലയൻസ്, നമ്മൾ വരുന്നവര് പറയുന്നത്. ആദ്യം നിങ്ങളുടെ പേജാണ് വരുന്നത് എന്നാണ് പറയുന്നത്. ടെക്നോളജി ഉപയോഗിച്ച് മലയാളത്തിനെ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് എത്തിക്കുന്നു. മലയാളി മൈഗ്രേറ്റ് ചെയ്തതിനോടൊപ്പം തന്നെ മലയാളം നിങ്ങൾ വേൾഡ് വൈഡ് എത്തിക്കുന്നു. എന്താണെങ്കിലും ക്ലയൻസ് വരുമെന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം. കാരണം വെച്ചാൽ ഒരുപാട്, ഞാൻ പറഞ്ഞില്ല, എന്റെ സുഹൃത്തുക്കളൊക്കെ പറയാൻ മലയാളം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഉണ്ടോ, സബ്ജക്ട് വൈസ് ബാക്കിയൊക്കെ നമുക്ക് എവിടെയും കിട്ടും. മലയാളം കുറച്ചുകൂടെ, അത് വേറെ ഒന്നിനല്ല, ഭാഷ അറിഞ്ഞിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ചിലവർക്ക് ഭാഷ അറിഞ്ഞിരിക്കുക, ചിലവർക്ക് അതിനോടൊരു ഈ തായ്വേര് അറുത്തു പോകരുത് എന്നൊരു ഇതും കൂടെ. മലയാളി വേർഡ് സ്മിത്തിന് എല്ലാവിധ ആശംസകളും. ഇവിടെ വരെ വന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു ആതിര ആൻഡ് പുണ്യ. താങ്ക് യു.